പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കല്യാണപ്പെണ്ണിന്റെ ആങ്ങള സനീഷില്ലേ, സനീഷിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആ മോനിച്ചൻ അവനെ ഇന്നലെ മുതൽ കാണാൻ എനിക്കൊരു സംശയവും. ഒരു കാരണവശാലും കാണിക്കാൻ പാടില്ലായിരുന്നു. അന്നേരം അവന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. എന്ത് പണിയാണോ കാണിച്ചത്? അച്ഛൻ വിളിച്ചൊന്ന് നോക്ക്. അതല്ല അച്ഛൻ, ഇന്നലെ 9:30 മണിക്ക് ഞാൻ അവന്റെ വിളമ്പറങ്ങാണ്ടാണ്. മോനിച്ചിലൊന്ന് വിളിച്ചേ. സംഭവം പണിയായി. ആളെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ശരിയാണ്. എടാ ഇന്നലെ 9 വരെ അവിടെ വിളമ്പിക്കൊണ്ടിരുന്ന മനുഷ്യനാണത്. അതല്ല, ഇന്നലെ ആ പടിഞ്ഞാത്ര ഒരു കാറ് കിടപ്പുണ്ടത്, അതിന്റെ ചുറ്റിനും കിടന്ന് അവൻ ആരണ്ടോട്ട് സംസാരിക്കുന്നതായിരുന്നു. ഇത് അവൻ റോഡ് പണിയാ കാണിക്കുന്നത്. ഉറപ്പാണോ അത്? എന്റെ സംശയം. അപ്പൊ പണി പാളും. ശരിയാ. അവന്റെ സനീഷിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടല്ലേ അവൻ എന്ത് കൊലച്ചതിയാണ് കാണിച്ചത്. ഇത് അറിഞ്ഞപ്പോൾ സനീഷനിൽ പ്രാന്തം പിടിച്ച് നടക്കുക രാവിലെ മുതൽ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അതല്ലടാ, ഞാൻ അവന്റെ ചെന്നപ്പോഴേ അവൻ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളു. അടിപൊളി. ആങ്ങളല്ലേ അവൻ വയലന്റ് ആവും. എങ്ങനെ എന്തോ പോയി കഴിച്ചിട്ടുണ്ട്. ഹലോ. എന്താണ് അവനെ നമ്മുടെ ശോഭിച്ചിന്റെ വീട്ടിലെ ശോഭിച്ചൻ അവന്റെ പടിഞ്ഞാപ്പുറത്ത് വന്നിട്ടുണ്ടെന്ന് എന്നോട് സാവ് കുടിച്ചു പറഞ്ഞു. പിന്നെ സമയം ഒട്ടും കളയില്ല. പെട്ടെന്ന് അങ്ങോട്ട് പോവാം. നിന്നെ കാല് കെട്ടിക്കൊണ്ടുപോകും ഞാൻ. എന്താ പിന്നെ വാ പറയാനാ. വല്ലതും കഴിച്ചാ വല്ലതും കഴിച്ചാ? ഇല്ല. എന്താ ഇവനില്ല, ഞാൻ മതിന്റെ അകത്തുകൊണ്ട് കൊടുത്താ പോരെ നമുക്ക്. ആശാൻ ആദ്യം അടി, എന്നിട്ട് ഞങ്ങൾ അടിക്കാം. പോരെ? പോരെടാ, അത് പോരെ? അടിച്ചാ പോരെ? അങ്ങനെ അടിച്ചാ പോരെ? ഇങ്ങോട്ട് മതം കൊട്ടിക്ക. ഇനി ആരും കൂടി ഇല്ലേ? വേറെ ആരും കിട്ടോ? ഞാൻ പോകാൻ എനിക്ക് പറ്റിയില്ല. ശരി, ഒരു കാര്യം ചെയ്യ്, ഇവിടെ ബഹളമൊന്നും ഉണ്ടാക്കരുത്. കല്യാണം കുട്ടി ആരും അറിയുകയും ചെയ്തിരുന്നു. ഞാൻ എന്റെ അവനെ ഞാനിന്ന് കൊല്ലും. ഒന്നും വേണ്ട, പാണം കേട്ട് ഇങ്ങോട്ട് പറഞ്ഞ പുല്ലിന്റെ ഇടക്കൊണ്ടൊന്ന് കുത്തിക്കയറ്റി കഴിഞ്ഞാൽ പിന്നെ പുല്ലല്ല അതിന്റെ. ഒന്നും ചെയ്യണ്ട, ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അടാ, എന്റെ കൂടപ്പിറപ്പിലാണ് ഞാൻ കണ്ടത്. നിനക്ക് ഇന്നലെ വൈകുന്നേരം നിനക്ക് എന്റെ ഒരു വാക്ക് പറയാനുള്ളടാ. അറിയോ? ഇന്നലെ നീ എന്റെ വീടിന്റെ അകത്ത് അലമാര തുറന്നപ്പോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അറിയാം. അന്നേരം ഗോൾഡ് എടുത്താ നിന്നെ വിടാം. ഗോൾഡ് തരാം. ഞാനവിടെ കുഴിച്ചിട്ടുണ്ട്. ഈ എടുത്തിന്റെ വാടാ കിട്ടിയടാ. ഗോൾഡ് കാൽഫ കടിച്ചു മാറ്റിയ ഇത് മുക്കാൽഫാഗിലുണ്ട്. അത് പഠിച്ചു മാറ്റിയാ ഇനി 2 ഐറ്റം സാധനം കൂടി കിട്ടാനുണ്ട്. മെഡിക്കടാ. എവിടെ വെച്ചിരിക്കണം?
വിളിച്ചില്ലോടാ ഇതാണ് ഇനി എൻ്റെ കയ്യിലുള്ളത്. എടാ മഴയത്തോട് തണുത്തു പോയല്ലോ. എന്റെ വീട്ടിലെ ശർക്കര പുരട്ടി എന്റെ വീട്ടിലെ വട്ടം പുറത്ത് ഓടിക്ക് ആർക്കും കൊടുത്തില്ല രോഗി. ഞാൻ ഇവിടെ വരട്ടെ. ഓ ഓ ഒന്നാം തീയതി ഞാനും ഒരു പിടി പിടിച്ചുവിടാ. എനിക്കോട്ടാ ഒന്നാം തീയതി ഒരു പിടി ഞാൻ മാറ്റി വെച്ചടാ. എനിക്കേക്കണേ